ഇന്ന് നമുക്ക് റേഷൻ അരി കൊണ്ടൊരു ലെമൺ റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു കുക്കറിലോട്ട് കുറച്ച് വെള്ളം എടുത്ത് അതൊന്ന് ചൂടായി വരുമ്പോൾ അരി കഴുകിയതും കൂടെ അതിലോട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഒരു ഉരുളി എടുക്കുക, അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ, കടുക്, ഉഴുന്ന്, കപ്പലണ്ടി. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം 2 വറ്റൽമുളകും പിന്നെ ഇതിലോട്ട് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 2-3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് നമുക്ക് കുറച്ച് സവാളയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി കറിവേപ്പില, പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേവിച്ച് വെച്ചേക്കുന്ന റേഷൻ അരി ഇതിലോട്ട് കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ലെമൺ റൈസ് റെഡിയാക്കി എടുത്ത് കേട്ടോ. പിന്നെ ഞാൻ ഇതിലൂടെ കഴിക്കാൻ വേണ്ടി മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ മുട്ടക്കറിക്ക് ടേസ്റ്റിന് വേണ്ടി ഞാൻ ഇതിലോട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് പപ്പടം ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് എണ്ണയിലിട്ട് അതും ഒന്ന് പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ അച്ചാറുണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അച്ചാർ തീർന്നു പോയി. പിന്നെ ഇത്തിരി തൈര് ഇരുന്നു, അപ്പോൾ അതെടുത്ത് ഞാനൊരു സാലഡ് ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അതിലോട്ട് കുറച്ച് പച്ചമുളകും തക്കാളി സവാള ഇട്ട് ഉപ്പ് ഇട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളൊരു സാലഡ് റെഡിയാക്കി എടുത്ത് അങ്ങനെ നമ്മളുടെ നല്ലൊരു ലെമൺ റൈസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നും നമ്മൾ ചോറും മീൻ കറിയൊക്കെ അല്ലേ കഴിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ഒന്ന് മാറ്റിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.